കിരണുമായുള്ള ബന്ധം പ്രൊസീഡ് ചെയ്യാൻ തന്നെയാ ഞങ്ങളുടെ തീരുമാനം. സോറി മമ്മി, ഞാൻ അതിന് സമ്മതിക്കില്ല. എങ്കിൽ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും. അപ്പു, നിന്റെ അമ്മ എന്ന സ്ഥാനത്ത് പിന്നീട് ഒരിക്കലും ഞാൻ ഉണ്ടാവില്ല. സ്വന്തം മകള് കാരണം അത്രയും വലിയൊരു അപമാനം ഏറ്റുവാങ്ങിയിട്ട് പിന്നെ നിന്നോടൊപ്പം ഈ വീട്ടിൽ കഴിയാൻ ഞാൻ നിൽക്കില്ലപ്പോ. വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരോട് പൊരുതി ജയിച്ച എല്ലാ സൗഭാഗ്യവും വേണ്ടാന്ന് വെച്ചിട്ട് ഓൾ ഈ കുഞ്ഞു വീട്ടിലേക്ക് കയറി വരുന്നത്. ഓളയില്ലേ മഹാലക്ഷ്മിനെ പോലെ നോക്കണം. നമ്മൾ തമ്മിൽ ചേരാതിരിക്കുന്നതാ നല്ലത്. സ്വന്തം മകള് കാരണം അത്രയും വലിയൊരു അപമാനം ഏറ്റുവാങ്ങിയിട്ട് പിന്നെ നിന്നോടൊപ്പം ഈ വീട്ടിൽ കഴിയാൻ ഞാൻ നിൽക്കില്ലപ്പോ. ഒരിക്കലും ചേരാത്ത രണ്ട് കുടുംബങ്ങളെ നമുക്ക് ചേർക്കാതിരിക്കാം. ഹലോ ബാലു, എടാ പ്രവീണ, നീ ന്യൂസ് വല്ലതും പറഞ്ഞോ? ഇല്ല, എന്താ? ഒന്നോ രണ്ടോ ദിവസം കൂടി വേണമെങ്കിൽ ICU തന്നെ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ മോളെ ICUയിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യൂ. ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് മഹേഷ്. ഹലോ സന്ദീപ്, എത്ര കാലമായിട്ടാ കണ്ടിട്ട്? എങ്ങനെയുണ്ട് ജർമ്മനി വാസം? ഇനി വന്നേ, കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം സുധാമണി. നിങ്ങൾ പരിചയക്കാരാണോ? സുധാമണിക്ക് വരെ നേരത്തെ അറിയൂ? അങ്ങനെയാണെങ്കിൽ മഹേഷേ, നിങ്ങൾ ഇവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞേ പറ്റൂ. സുധാമണി ഹോസ്പിറ്റലിലെ ഒരു ബ്ലഡ് ഡൊണേഷൻ കോർഡിനേറ്ററാണ്. അപർണ മോളുടെ ബ്ലഡ് ഗ്രൂപ്പ് റെയർ ആയതുകൊണ്ട് ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സുധാമണിയാ അത് അറേഞ്ച് ചെയ്ത് തന്നത്. നീ വന്നേ. ഞങ്ങള് പുറത്തു തന്നെ ഉണ്ടായിരുന്നു. സിറ്റുവേഷൻ അത്ര ക്രിട്ടിക്കൽ അല്ലെന്ന് അറിഞ്ഞപ്പോഴാ സമാധാനമായത്. കാണിച്ചു വെച്ചിട്ട് കരയുന്ന ഈ സ്നേഹം പ്രേമം എന്ന് പറയുന്നത് ഒരു പ്രായത്തില് തോന്നും. പിന്നെ പിരിയേണ്ടി വന്നാ വേദനിക്കേണ്ടിയും വരും. അതിന് ഇതാണോ മോളെ പരിഹാരം? ഒരു ബാലുവിന് വേണ്ടി ഇല്ലാതാക്കാനുള്ളതല്ല നിന്റെ ജീവിതം.
നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും നടക്കണമെന്നില്ല. ബാലു അല്ലെങ്കിൽ ബാലുവിനേക്കാൾ എന്തുകൊണ്ടും യോഗ്യനായ മറ്റൊരാൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. അതായിരിക്കും ദൈവം നിനക്ക് വേണ്ടി കണ്ടെത്തി വെച്ചിരിക്കുന്ന നല്ല ഭാവി. ജീവിതം മുന്നോട്ട് പോകുമ്പോ ആ ചുറ്റുപാടുകളിൽ നീ സന്തോഷം കണ്ടെത്തുകയും ചെയ്യും. ഇങ്ങനൊരു മണ്ടത്തരം ഓന് വേണ്ടി എന്നല്ല, ആർക്ക് വേണ്ടിയും ഒരിക്കലും നീ ചെയ്യരുത്. ഓന് നീ മറന്നേക്ക് മോളെ. നമുക്കിഷ്ടപ്പെട്ട ജീവിതം ജീവിക്കാൻ നമ്മളെ മനസ്സിന്റെ വലിപ്പം മാത്രം പോരാ മോളെ. അത് കാണാനും മനസ്സിലാക്കാനും ഒപ്പം നിൽക്കാനും നമുക്ക് ചുറ്റുള്ളവർക്കും കഴിയണം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി തന്നെ മരിക്കും. അതുകൊണ്ട് മോളെ അച്ഛനമ്മമാരുടെ സന്തോഷം എന്താണോ അതുപോലെ ജീവിക്കണം. എവിടെയായിരുന്നാലും ആരോടൊന്നിച്ച് ജീവിച്ചാലും എന്റെ പൊന്നുമോള് സന്തോഷായിട്ടിരിക്കണം. ആ ഒരൊറ്റ പ്രാർത്ഥനയെ ഈ അമ്മയ്ക്കുള്ളൂ. പിന്നെ എന്റെ ബാലുവിന്റെ കാര്യം, നിന്നെ നഷ്ടപ്പെടുന്നതോർത്ത് ഞാൻ ഇത്രത്തോളം വേദനിക്കുന്നുണ്ടെങ്കിൽ ഓന്റെ മനസ്സിന്റെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം മോളെ. പക്ഷേ കുറേ തടസ്സങ്ങളും കണ്ടു അനുഭവിച്ചും വളർന്നോനാ എന്റെ ബാലു. ഓനിത് താങ്ങാനുള്ള ശക്തി ദൈവം കൊടുത്തോളും. ആന്റി പോട്ടെ മോളെ. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടില്ലെന്ന് വരും. എന്നാലും തന്ന സ്നേഹത്തിനും എന്റെ മോനോട് തോന്നിയ വിശ്വാസത്തിനും ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ ഇറങ്ങുക ബാലു. സുധാമണി, ഒരു മിനിറ്റ്. വരുന്ന തിങ്കളാഴ്ച എനിക്കൊരു യൂറോപ്പ് ട്രിപ്പുണ്ട്. അതിനു മുമ്പ് ബാലുവിന്റെയും അപർണയുടെയും എൻഗേജ്മെന്റ് നടത്താൻ നിങ്ങൾ തയ്യാറാണോ? മഹേഷ്, സാറ് മാത്രം അങ്ങനെ ഒരു തീരുമാനം എടുത്തോണ്ട് ഇത് നടക്കുവോ? ഇത് മഹേഷിന്റെ മാത്രം തീരുമാനമല്ല സുധാമണി. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ. അപ്പോന് ബാലുവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ അവന് വേണ്ടി ഇവള് ജീവൻ കളയാൻ തയ്യാറാവുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ മകളുടെ സന്തോഷത്തിനേക്കാളും ജീവനേക്കാളും വലുതായി ഞങ്ങൾക്കൊന്നുമില്ല. നിങ്ങളായിരുന്നു ശരി. സന്തോഷങ്ങൾ നഷ്ടപ്പെടാതെ നമ്മുടെ കുട്ടികൾ നന്നായി ജീവിക്കട്ടെ. ഇങ്ങക്ക് സമ്മതാണെങ്കിലേ നാളെ മറ്റന്നാളും അല്ല, ഇന്ന് ഇപ്പൊ നടത്തൂ ഈ എൻഗേജ്മെന്റ്. അല്ലടാ ബാലു? അങ്ങനെ എടുപിടിയൊന്നും വേണ്ട. നമുക്ക് 2 ദിവസത്തെ സമയമുണ്ട്. 2 ദിവസം സമയം ഉണ്ടെങ്കിൽ ധാരാളം. ഈ കല്യാണ വിഷയം നമ്മളെ ഒറ്റ വീട് കോളനിയിൽ ഒരു ഉത്സവം പോലെ നടത്തും ഈ സുധാമണി. മോളെ, വേഗം ഈ ആശുപത്രി വിട്ട് ഉഷാറായിട്ട് വാ, നമുക്ക് പൊളിക്കണ്ടേ.
ഇനി എന്തിനാണ് ടെൻഷൻ? കല്യാണ നിശ്ചയം വരെ ദൈവം കൊണ്ടെന്ന് എത്തിച്ചില്ലേ? കല്യാണവും ഇതുപോലെ ഈശ്വരൻ നടത്തിത്തരും. നീ വാ. ആദ്യം നീ വീട്ടിൽ ചെന്ന് വിളക്ക് കൊളുത്തി നല്ലോണം പ്രാർത്ഥിക്ക്. എല്ലാം അതിന്റെ വഴിക്ക് നടക്കും. ശരി മാം. ജയലക്ഷ്മി, ദാ, ഇതൊരു സാരിയാ. ബ്ലൗസ് പീസ് മുറിച്ച് ഒന്ന് തയ്ച്ചു തരാൻ വേണുട്ടിനോട് പറയണം. നാളെ തന്നെ വേണം. എന്തു പറ്റി ഇത്ര അർജന്റ്? എന്റെ ബാലുവിന്റെ കല്യാണ നിശ്ചയം നാളെ വീട് വെച്ചിട്ട്. ആഹാ, അത് കലക്കിയല്ലോ. അന്ന് വന്ന കുട്ടി തന്നെയാണോ? ആ അതെ. നീ ഒരു 2 പാക്കറ്റ് ലഡു വന്നേ. അറിയാൻ പാടില്ല. വെറുതെ എന്നെ ചൊറിയാൻ വരല്ലേ? അതിനാരാ നിന്നെ ചൊറിയാൻ വരുന്നത്? നീയല്ല എന്റെ മെക്കിട്ടേറാൻ വന്നത്. സാഗറെ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പാവമാണ്. അല്ലല്ല, ഇവൻ പാവമാണ്. കുറച്ച് ആരോഗ്യം ഉണ്ടെന്ന് വിചാരിച്ച് വെറുതെ ഉണ്ടാളിക്കല്ലേ? ആറോ ഗുണ്ട നിന്റെ വായടക്കട. ബെസ്റ്റ് തള്ള. രണ്ട് പൊട്ടിക്കുന്നതിന് പകരം ചെറുക്കന്റെ വെകിളിത്തരത്തിന് ലഡു കൊടുക്കുന്ന തള്ള. ഓ എന്റെ പിള്ളേച്ചാ, എന്നെങ്കിലും ആ പദം പറിച്ചിലൊന്ന് നിർത്ത്. എനിക്കൊരു ഭയങ്കര സന്തോഷ വാർത്ത പറയാനുണ്ട്. എനിക്ക് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്റെ ബാലുമോന്റെ കല്യാണം ഉറപ്പിച്ചു. നിശ്ചയം നടക്കാൻ പോവാ നമ്മളെ കോളനി മുറ്റത്ത് വെച്ച്. ഇങ്ങ ഇറങ്ങി വാ, ഇപ്പൊ ശരിയാക്കി തരാം. നടക്കോളെ ഏട്ടാ. ശരിക്കും പൊളിച്ച്. ഷുഗറാണ്. എല്ലാരും പേടിയില്ല. ഇതെന്റെ ശങ്കുന്. അത് കൊള്ളാം. എല്ലാവർക്കും ഓരോ ലഡു. ഇതെന്താ എനിക്ക് മാത്രം ഒരു ഫുൾ പാക്കറ്റ്? എന്റെ ബാലുമോനെ വളർത്തി വലുതാക്കിയന് നിനക്ക് ഈ ഒരു പാക്കറ്റ് ഒന്നും കൂടുതൽ തന്നാ പോരാ ഗണേശ? എന്തിനാ സുധാമണി എപ്പോഴും ഇങ്ങനെ കണക്ക് പറയുന്നത്? ഇത് ഞാൻ എപ്പോഴും പറയുന്ന പൈസ കണക്കൊന്നും അല്ല. ഞാനും എന്റെ പിള്ളേരും പട്ടിണി കിടന്നപ്പോ നീ നമ്മളോട് കാണിച്ച ദയന്റെ കണക്കാ. ഒട്ടും സമയമില്ലേ, കംപ്ലീറ്റ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തോളണേ. ഇത്രയും ഷോർട്ട് നോട്ടീസിൽ സുധാന്റെ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കണം. അതന്നെ, ഭക്ഷണത്തിന്റെ കാര്യം നോക്കാൻ ഞാനും കൂടാ സുരേച്ചി. പാട്ടും വേണം. നമ്മള് പാട്ടും പാടും, ഡാൻസും കളിക്കും, വരുന്നവരെയും കളിപ്പിക്കും. പോരെ? എടുത്തു നമ്മളെ ഡാൻസ് മാസ്റ്റർ ജയലക്ഷ്മി. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ആടാനുമില്ല പാടാനുമില്ല. എന്ത് നാടോ, നീ നല്ല കളിപ്പിലാണല്ലോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? സാഗരന്റെ മോന്റെ പുറം ആവശ്യത്തിലധികം അടിച്ചു പൊളിക്കുന്നുണ്ടല്ലോ, അത് തന്നെ മതി. ഓ അതാണോ കാര്യം? പിള്ളേരല്ലേ ജയ, അത് ഓറ് നോക്കിക്കോളൂ. അങ്ങനെ തന്നെ ഞാൻ ഇത്രയും നാള് വിട്ടുകൊടുത്തത്. പക്ഷെ രണ്ടാള് ഈ ഇടയായിട്ട് തമ്മിൽ കണ്ട തല്ല. അത്രല്ലേ ഉള്ളൂ. ഇപ്പൊ ശരിയാക്കി തരാം. സാഗരെ ഇങ്ങ വാ, ഇതൊന്ന് പിടിച്ചേ. വേദനിക്കുന്നുണ്ടല്ലോ. ഓനും ഇതുപോലെ വേദനിക്കും, മനസ്സിലായ? കൈ കൊടുക്കടാ, കൊടുക്കട കൈ. കൈ കൊടുക്ക്, കെട്ടിപ്പിടിക്കവനെ. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാം കോംപ്ലിമെന്റ് ആയല്ലോ. അമ്മേ, കോംപ്ലിമെന്റ് അല്ല, കോംപ്രമൈസ്. ആ കുന്തം തന്നെ. അതെ, ഓരോരുത്തരും ഡ്യൂട്ടി ചാർട്ട് അരമണിക്കൂറിൽ തയ്യാറാക്കി നോട്ടീസ് ബോർഡിൽ ഇടുന്നതായിരിക്കും. അതനുസരിച്ച് എല്ലാവരും നേരം കളയാതെ ചാടി ചാടി നിക്കണം. ബാലുവിന്റെ എൻഗേജ്മെന്റ് നമുക്ക് സൂപ്പർ ആക്കണം. നന്നായിരിക്കുന്നു. കണ്ട മാധവമ്മേ, 4 പേരുള്ള എന്റെ ചെറിയ കുടുംബം 40 പേരുള്ള വലിയ കുടുംബമായി മാറിയത്. ഈ സന്തോഷത്തിലും
എന്നെ നെഞ്ചടിക്കുന്നാണ്ടാ. അപർണയും വീട്ടുകാരും വലിയ ആളുകളാ മാധവമ്മേ. അവർക്ക് ഇതെല്ലാം ഇഷ്ടപ്പെടുമോന്ന് ആലോചിച്ചിട്ടാ എന്റെ ടെൻഷൻ. ഇങ്ങനെ പോയാൽ നിനക്ക് വല്ല അറ്റാക്കും വരും. എല്ലാം ഭംഗിയായിട്ട് നടക്കും സുധേ. നീ സമാധാനമായിട്ടിരിക്കേ. എങ്ങനെ സമാധാനായിട്ടിരിക്കും? ഇതുകൊണ്ടൊന്നും ആയില്ലല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ ബാക്കി കിടക്കുന്നു. അപർണയ്ക്കൊരു നല്ല മോതിരം ഇട്ട് കൊടുക്കണ്ടേ? എന്റെ കയ്യിൽ ഇനി ആകെ കുറച്ച് ചില്ലറേ ബാക്കിയുള്ളൂ. ആകെപ്പാടെ ഉണ്ടായിരുന്നത് ആ 2 കുഞ്ഞു വളയാൻ. അതെടുക്കാന്ന് വെച്ചാലോ ക്ലാസ് തുടങ്ങുമ്പോ മീനുവിന് ട്യൂഷൻ ഫീസ് കൊടുക്കണം. മോതിരത്തിന് ഓർഡർ കൊടുത്തു. പക്ഷെ പൈസ കൊടുക്കാണ്ട് എങ്ങനെ വാങ്ങും? ഇതിങ്ങനെ പെട്ടെന്ന് ശരിയാവുമെന്ന് ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല. ബാലുവിന്റെ കയ്യിലുണ്ടായിരുന്നതും ഏകദേശം എല്ലാം എടുത്ത് ചെലവാക്കിയും കഴിഞ്ഞു. കുറച്ച് സമയം കൂടി കിട്ടിയിനെങ്കില് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചേനെ. പ്രയോറിറ്റി എന്താണെന്ന് ഒന്ന് ചിന്തിക്ക് സുധേ. ആന്തെന്നാ? മുൻഗണന. ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം. മീനാക്ഷിയുടെ ഫീസ് കൊടുക്കേണ്ടത് 3 മാസം കഴിഞ്ഞില്ലേ? ബാലുവിന്റെ എൻഗേജ്മെന്റ് ആണെങ്കിലും ഇപ്പൊ നടക്കേണ്ട കാര്യം. അപ്പൊ നിങ്ങൾ എന്തിനാ മുൻഗണന കൊടുക്കേണ്ടത്? ഫീസിന്റെ കാര്യം അത് 3 മാസം കഴിഞ്ഞ് ആലോചിച്ചാ പോരെ? തൽക്കാലം നീ ആ വള 2 എടുത്ത് ബാലുവിന്റെ കാര്യം നോക്ക്. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അത് ശരിയാണല്ലോപ്പ. ഈ ബുദ്ധി എന്താ നമുക്ക് നേരത്തെ തോന്നാതിരുന്നത്? ദാസ, എല്ലാത്തിനും അതിന്റേതായ ഒരു സമയമുണ്ട് സുധേ. കാശിന്റെ അത്യാവശ്യം ഇപ്പൊ എനിക്കല്ലേ? നിനക്ക് ഫീസ് അടയ്ക്കാൻ 3 മാസം സമയമില്ലേ? 10 ദിവസത്തിനകം ക്യാഷ് കൊടുത്തില്ലെങ്കിൽ അവന്മാര് വീണ്ടും വീട്ടിൽ കയറി വന്ന് എന്റെ കൈയും കാലും തല്ലി ഓടിക്കും. കണക്കായി പോയി. തല്ലി ഓടിക്കട്ടെ. എടി മീനു, പിന്നല്ലാതെ ഇല്ലാത്ത കാശിന് പെറ്റി വെക്കാൻ പോയിട്ടല്ലേ? ഒരു നിമിഷം നമ്മുടെ അമ്മയെ കുറിച്ച് ഓർത്തോ? അമ്മയ്ക്ക് എന്ത് സങ്കടമായെന്നറിയോ? ഞാൻ ആ വളകൾ തരില്ല. ചേട്ടൻ തല്ലു വാങ്ങിച്ചു. അതാ നല്ലത്. അമ്മ ഇത് നാളത്തെ ബാക്കി ചെലവിന്. പക്ഷേ അമ്മ ഇത് മീനുവിന്റെ ട്യൂഷന് വേണ്ടിട്ട് മാറ്റി വെച്ചതല്ലേ? പ്രോറിറ്റി എന്ന് പറഞ്ഞ മുൻഗണന. ഓ, പ്രയോറിറ്റി. അതന്നെ. മീനൂട്ടിന്റെ ട്യൂഷൻ 3 മാസം കഴിഞ്ഞ് വരുന്ന കാര്യല്ലേ? പക്ഷെ നിന്റെ കല്യാണ നിശ്ചയം നാളെ തന്നെ നടക്കണ്ടല്ലേ? പൈസന്റെ കുറവുണ്ട്. നീ അവരെ മുന്നിൽ ചെറുതാവാൻ പാടില്ല മോനെ. എങ്ങനെയെങ്കിലും കുറച്ച് കാശ് സമ്പാദിച്ച അത് അമ്മയ്ക്ക് ഏട്ടനും ഒരു സഹായമാവല്ലോ എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. അതിന് ബെറ്റ് വെച്ചാണോ കാശുണ്ടാക്കുന്നത്? നല്ലോണം പഠിച്ചൊരു ജോലി നേടണം. അതല്ലേ വേണ്ടത്? അതെ, അതിനൊക്കെ ഇനിയും സമയം എടുക്കില്ലേ? പക്ഷെ ഇപ്പൊ ഞാൻ വേറൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത കുഴിയിൽ ചാടാനായിരിക്കും. അല്ല, നീ അങ്ങനെ എന്നെ അങ്ങ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാതെ. ഒരു പാർട്ട് ടൈം ജോലി തപ്പിക്കൊണ്ടിരിക്കാ ഞാൻ. ഒരെണ്ണം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നീ എന്നെ ഇപ്പൊ ഒന്ന് സഹായിച്ച 3 മാസത്തിനുള്ളിൽ ഞാൻ ജോലി ചെയ്ത് നിനക്ക് ആ കാശ് തിരികെ തരാം. ആ, സത്യം. ഒന്ന് സഹായിക്കടി. സഹായിക്കണോന്ന് എനിക്കുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് സാഗറേട്ടാ. 3 മാസം കഴിഞ്ഞ് കൊടുക്കേണ്ട കാശ് ഇപ്പഴെങ്ങനെ അമ്മയോട് ചെന്ന് ചോദിക്കുന്നേ? ആ, വീക്കായ കുട്ടികൾക്ക് 1 hour എക്സ്ട്രാ ക്ലാസ് നേരത്തെ തുടങ്ങുന്നു പറഞ്ഞൊന്ന് ഒപ്പിക്ക്. ഓ, സമ്മതിക്കണം ഗുരു. എന്ത് പറയുന്നു? അത് ഓക്കെ ആണോ? ആലോചിക്കാം. ആ, മതി, അത് മതി. ഹലോ ജീന, ഞാനും വിക്ടോറിയയിൽ കോച്ചിങ്ങിന് ചേരാൻ പോവാ. എല്ലാം സെറ്റാ. ആ പിന്നെ നാളെ ഞാൻ ഇല്ലാട്ടോ. ഇവിടെ വീട്ടിൽ വെച്ച് എന്റെ ചേട്ടന്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷനാ. ഈ സഹായം സുധാമണി കൈ തന്നെ വെച്ചാ മതി. എന്ന് പറഞ്ഞാ എടുത്ത് ചെലവാക്കാൻ നിന്റെ കയ്യിൽ ഇനി വല്ലതും ബാക്കിയുണ്ടാ? അത് ഞാൻ നോക്കിക്കോളാം അമ്മേ. ഒരു തരി പോലും സ്വർണ്ണ ഇല്ലാതെ ഈ കൈത്തണ്ട ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നത് കാണുമ്പോ വല്ലാത്ത സങ്കടം അമ്മേ. അതൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട ബാലു. എല്ലാം വരും പോവും, പിന്നെയും വരും. നമ്മളിതെത്ര കണ്ടതാ. സമയം തീരെയില്ലല്ലോ മോനെ. നാളെ വൈകുന്നേരത്തിനുള്ളിൽ മോതിരം വാങ്ങണം. പിന്നെ
ഓക്കൊരു സാരി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണ്ടേ നമുക്ക്? അതും വാങ്ങണം. അതുകൊണ്ട് ഈ സഹായം തൽക്കാലം സാറ് സ്വീകരിച്ചേ പറ്റൂ. പിന്നെ നാളെ രാവിലെ 10 മണിക്ക് പിഷാരടി സാറിന്റെ ജ്വല്ലറി ചെന്നാ മതി. മോതിരം റെഡിയായിരിക്കും. ഞാൻ എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. നാളത്തെ ചടങ്ങ് നമുക്ക് പൊളിയാക്കണം. ഓക്കെ?